2017 18 വന്നു. സകല കാർഡിലും മുദ്ര. ഒന്നാമത്തെ മുദ്ര എവിടെ വന്നു? ATM. ഇന്ന് മുദ്രയില്ലാത്ത ATM വല്ലവരും ഉണ്ടോ? കൈ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഈ ചിപ്പില്ലാത്ത ATM ഉണ്ട്, 1000 ഫ്രീ തരാം. സ്വോത്രം. അത് പോയി. ഇന്ന് കറണ്ട് പോയാലും കാശ് കിട്ടും. വൈഫൈ, പുതിയ ATM വൈഫൈ. നമ്പർ 1 ATM. 2 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. ആനയുടെ വാലിൽ ചിപ്പ് വെച്ചെന്ന് കൈ ഉയർത്തിയായിട്ട് അങ്ങനെ കേട്ട ഒരു സ്വോത്രം. സൗരന്മാരുണ്ട്. എന്തിനാ ആനയുടെ വാലിൽ ചിപ്പ് വെച്ചത്? മൃഗഡോക്ടർക്ക് സൗന്ദര്യം കാണാനാന്നോ? ചെങ്കൽ ശ്രീകൃഷ്ണ സാമത്ര ക്ഷേത്രത്തിൽ വരുന്ന ആന പാപ്പാനെ വലിച്ചെറിയുമെന്ന് മൃഗഡോക്ടർക്ക് സംശയം. അപ്പോൾ ചിപ്പ് വച്ചാൽ ബ്ലഡിൻ്റെ നെർവിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാ ആനയുടെ വാലയിൽ ചിപ്പ്. റെഡിയായല്ലോ? ആനയുടെ വാലയിൽ ബ്ലഡും നെർവസ് സിസ്റ്റം നോക്കാൻ ചിപ്പ്. തീർന്നില്ല. ആനയുടെ തൂക്കം എത്ര ഉണ്ട്? ആര് പറയും? കുഞ്ഞാന പെണ്ണാന മുതൽ കൊമ്പനാന വരെ തൂക്കം എത്ര? 4000 മുതൽ 6000 കിലോ വരെ ഒരാനയുടെ തൂക്കം. സന്തോഷമില്ലല്ലോ? ആനയെ മേയ്ക്കുന്ന നാരായണ ചേട്ടൻ്റെ തൂക്കം എത്ര ഉണ്ട്? 55 കിലോ ഒരു തോട്ടിപടി. സ്വോത്രം. ഉദയംകുളകരെ നടത്തിക്കൊണ്ട് പോകുന്നില്ലേ? അപ്പം മനുഷ്യൻ ആരാ? ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചു. 1950 ഇവിടെയുള്ള അച്ചാമാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. 50 ജനിച്ചവരൊക്കെ ഇവിടെ ഇരിക്കുക. 1950 മര്യാപുരത്തെ കാക്ക കാക്കാ കീ കീക്കൂ എന്നല്ലാതെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇന്നും അതേ പറയുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ മര്യാപുരത്തെ പെമ്പിള്ളാർ ചൊവ്വേപ്പാൻ പോകുന്നു. അന്ത്യകാലം. സ്വോത്രം. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. മനുഷ്യനെ അതിശയവും ഭയങ്കരമായി സൃഷ്ടിച്ചു. മൂന്നാമത്തെ ചിപ്പ് എവിടെ വന്നു? കേട്ടോണം. മനുഷ്യന്റെ കയ്യിൽ വാക്സിന്റെ മറവിൽ വരാൻ പോവാ. മൂന്നാമത്തെ ചിപ്പ് എവിടെ വന്നു? പുതിയ കാറിന്റെ ഇന്റീരിയറിനകത്ത് ചിപ്പ്, അഥവാ ഡാഷ്ബോർഡിനകത്ത്. പറയാം, ആ ചിപ്പിനെ എന്തോയും കാർ കമ്പനി GPS വഴി മനസ്സിലാക്കും. കളിക്കാവളെ പോയ എത്ര പേരുണ്ട്? കളിക്കാവള കൈ ഉയർത്തിയിട്ട് കളിക്കാവള മൊബൈലുമായിട്ട് പോയവർ. സൗരിമാരും ബോട്ടിൽ അടുത്ത ആഴ്ച പ്രത്യേകിച്ച് നമ്മൾ കൊണ്ടുപോകാം. കളിക്കാവള പോകുമ്പോൾ പാറശാല കഴിയുമ്പോൾ നിങ്ങളുടെ 800 രൂപ നോക്കിയേക്കാത്തൊരു മെസ്സേജ് വരത്തില്ല, വെൽക്കം ടു സെൽവൺ തമിഴ്നാട്. കൈ ഉയർത്തിയാട്ടെ വന്നവർ സ്വോത്രം. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മാർത്താണ്ഡത്തുനിന്ന് ചായം കുടിച്ച് ഇപ്പുറം കയറുമ്പോൾ പാറശാലയ്ക്ക് അടുത്തെത്തുമ്പോൾ അടുത്ത വരത്തിൽ വെൽക്കം ടു സെൽവൺ, വെൽക്കം ടു ബാക്ക് BSNL കേരള. ഇതിൻ്റെ പേരാ GPS. സ്വോത്രം. സ്കൂൾ വണ്ടി ഓടിക്കുന്ന എത്ര ഡ്രൈവർമാരുണ്ട്? സ്കൂൾ വണ്ടി ഓടിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം. കുഞ്ഞുങ്ങളെ വിട്ടിട്ട് നെയ്യാറ്റിൻകര ചെന്ന് കൊച്ചുപീടി അടിക്കരുത്. കന്യാസ്ത്രീ അമ്മ അന്നേരം പൊക്കും. സ്വോത്രം. GPS. സ്വോത്രം. എല്ലാത്തിനെയും പിടിക്കാൻ പോവുക. അതുപോലെ ഇന്ന് പുതിയ കാറിൻ്റെ അകത്ത് ഇൻറ്റീരിയറിനകത്ത് ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഷോറൂമുകാർക്കറിയാം. കാറ് മോശം പോയാൽ പാറശാല CA അറിയിക്കുന്നതിന് മുമ്പിട്ട്, നെയ്യാറ്റിൻകര DYSPക്ക് മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പിട്ട് ഷോറൂമുകാരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവർ സാറ്റലൈറ്റ് വഴി നോക്കുമ്പോൾ കാർ എവിടെ കിടക്കും? തമിഴ്നാട്ടിൽ സ്രായംകുടി കിടക്കുന്നത് കാണും കമ്പ്യൂട്ടർ വഴി. സ്വോത്രം. അത് കണ്ടിട്ട് ഇന്ന് രാത്രി കാറിൻ്റെ ഡാഷ്ബോർഡ് ഇടിച്ച് പൊളിക്കരുത്, കാശ് പോകും. സ്വോത്രം. 3 4 എപ്പം കാറിൽ യാത്ര ചെയ്യണേ ഒരു സാധനം വന്ന് ഫാസ്റ്റാഗ്. കേട്ടോരുന്ന് കൈ ഉയർത്തിയാട്ടെ. ഫാസ്റ്റാഗ്. കൈ ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പല വണ്ടിയിലും ഒട്ടിച്ചിട്ടുണ്ട്. എന്തിനാ ഫാസ്റ്റാഗ്? നിങ്ങൾ മതിൽ ചാടുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് കട്ടാവും. ഫാസ്റ്റാഗ്. 4ാമത്തെ ചിപ്പ് കാറിൻ്റെ മേളിൽ. സ്വോത്രം. ഈ ചിപ്പ് വെക്കാത്തവർ നാളെ തിരുവല്ലം കോവളത്തൂടെ പോയാൽ മതി. 150 രൂപ കൊടുത്തുകൊണ്ടാൽ മതി. സ്വോത്രം. ഓർമ്മയില്ലയോ? ടോള്. സ്വോത്രം. തിരുവല്ലം കോവളം അവിടെ എല്ലാം മൈക്രോ ചിപ്പ്. ഇത് ദുബായിലുണ്ട്, എമിറേറ്റ്സിൽ, സാലിക്ക്, അമേരിക്കയിലുണ്ട് അടുത്ത ചിപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഫാസ്റ്റാഗ്. ഇനി പലരും വിചാരിക്കുന്നത്, അയ്യോ ഞാൻ പോകുമ്പം എൻ്റെ വണ്ടിയുടെ ടോളാ കട്ട് ചെയ്യുന്നതെന്ന്. സ്വോത്രം. നിങ്ങൾ വിചാരിക്കുക ഞാൻ ദീർഘനാളായി പ്രസംഗിക്കുന്നു, കാശൊന്നും കൊടുക്കുന്നില്ല, ഞാൻ ഈ കിട്ടിയ നോട്ടെല്ലാം ഇങ്ങനെ പെട്ടി വെക്കുക. അപ്പോൾ ഞാൻ വാളയാറിനകത്ത് ഇച്ചിരി സ്ഥലം കണ്ടു. ഞാനൊരു ഡ്രൈവറെയും വിളിച്ച് വണ്ടിക്കകത്ത് പുറേ സീറ്റിനകത്ത് നോട്ടും വെച്ച് ചാരിയിരിക്കുക. ഇവിടുന്ന് തൃശ്ശൂർ പോകുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് പോകും. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി നോട്ട്. ഈ വാളയാറ് ചെല്ലുമ്പോൾ ക്യാമറ പിടിക്കും കമ്പ്യൂട്ടറിനകത്ത്. ഉടനെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തും. എന്നോട് ചോദിക്കും, ഈ നോട്ടല്ല എവിടുന്ന് കിട്ടി? അപ്പം ഞാൻ പറയും, കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചതാ. എന്തുകൊണ്ട് ബാങ്കിലിട്ടില്ല, ടാക്സ് കൊടുത്തില്ല, എല്ലാം റെഡി എന്ന കേസിൽ. പിന്നൊരു പാട്ട് പാടും. ഞാൻ എന്താ പാടുന്നത്? കണ്ണുനീർ
എന്ന് മാറുമോ? വേദന എന്ന് തീരുമോ? പെന്തിക്കോസിനകത്ത് ആദ്യം പിടിക്കുന്ന കത്തോലിക്കരൊന്നുമല്ല, കർത്താവിൻ്റെ പേര് പറഞ്ഞ് കാശടിച്ചു മാറ്റിയ എല്ലാ പെന്തിക്കോസ് നേതാക്കളെയും സ്വർഗത്തിലെ ദൈവം പിടിക്കും. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. അതിനാ വരുന്നത്. മോഡി സാറും അമിത്ഷായും കൊണ്ടുവന്ന ഫാസ്ടാഗ് 4-ാമത്തെ 5-ാമത്തെ ചിപ്പ് എവിടെ വന്നു? നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ അതെടുത്തു. അതിലേക്കാണ് ഞാൻ വരുന്നത്. ദാണ്ടേ 5-ാമത്തെ ചിപ്പ് ദാ കിടക്കുന്നു. പാസ്പോർട്ടിനകത്ത് RFID റേഡിയോ ഫ്രീക്വൻസ് ഇൻഫർമേഷൻ ഡേറ്റ. ആരാ? ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന 400 കോടി രൂപ. ഇനി പാസ്പോർട്ട് ബുക്കല്ല, ഒരു ചിപ്പിനകത്ത് വരാൻ പോകുന്ന പാസ്പോർട്ട്. അന്ത്യകാലം. ഇന്ന് രാത്രി മനുഷ്യൻ ട്രാവൽ ചെയ്യേണ്ട ഡോക്യുമെന്റിനകത്ത് ചിപ്പ്. ആരാ ഇതെടുത്തതെന്നറിയാമോ? ഇന്ത്യയുടെ ഇന്നത്തെ പ്രമുഖ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി. അദ്ദേഹം പാസ്പോർട്ട് മാറ്റി ഡ്രൈവിംഗ് ലൈസൻസിന്റെ കണക്ക് ചിപ്പെങ്കിൽ കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ കൈകളിലേക്ക് മൃഗത്തിന്റെ മുദ്ര വരാൻ കാലമായി. ഇന്ന് രാത്രി പറയണം, എൻ്റെ കയ്യിലിരിക്കുന്ന പേന ഇതിൻ്റെ വില എനിക്കറിയത്തില്ല. ദാണ്ട് ഇതിനകത്തൊരു ബാർകോഡ്. നെയ്യാറ്റിൻകര ശബരി സൂപ്പർ മാർക്കറ്റ്. ഞാൻ പോയപ്പോൾ ഈ പേന ഇഷ്ടപ്പെട്ടു, വിലയറിയത്തില്ല. കമ്പ്യൂട്ടറിനകത്ത് കാണിച്ചപ്പോൾ 18 രൂപ എന്ന് എഴുതിയതുപോലെ ഇന്ന് രാത്രി മനുഷ്യൻ്റെ കയ്യിൽ ഒരു അടയാളം കൊടുത്താൽ അതിർത്തികൾ തുറന്നു വരാൻ കാലമായി. അതിനാധാരമായി ഈ വരാൻ പോകുന്ന മഹാവ്യാധിക്കകത്ത് ആദ്യം എന്തിനെ പിടിക്കും? ആരോഗ്യത്തെ പിടിക്കും. എവിടെ ആരോഗ്യം? കേട്ടോണേ, സ്വോത്രം. ദാ കിടക്കുന്നു ആരോഗ്യം വിരൽ തുമ്പിൽ. ഇതെവിടെ കൊണ്ടുവന്നോ? മോഡി സാറ് കാർഡിന്റെ പേര് ആയുഷ്മാൻ. കേട്ടവരുന്ന് കൈ ഉയർത്തിയാട്ടെ. ആയുഷ്മാൻ. സ്വോത്രം. 50 രൂപ കൊടുത്ത് അച്ചായമാരെടുത്തിട്ടുണ്ട്. ചിലർ പറയുന്ന 5 ലക്ഷം രൂപ കിട്ടുന്ന 5 നയാ പൈസ കിട്ടത്തില്ല. സ്വോത്രം. എന്താ കാര്യം? ഇവിടെ KSRTക്ക് കൊടുക്കാൻ ശമ്പളമില്ല, കേന്ദ്രത്തിലും കാശില്ല. ഇതെന്തിനാണെന്നറിയാമോ ഈ ആയുഷ്മാൻ കാർഡ്? നിങ്ങൾ മലയാളം കേൾക്കണം. സയൻസ് ആയതുകൊണ്ട് നിംസിൽ നിങ്ങളുടെ രോഗവിവരം കമ്പ്യൂട്ടറിലാക്കിയാൽ ഇന്ത്യയിലെ ഏത് ആശുപത്രി ചെന്നാലും നിങ്ങളുടെ രോഗവിവരം പേരടിച്ചാൽ കമ്പ്യൂട്ടറിൽ കിട്ടും. അതിൻ്റെ പേര അക്ഷയ വഴിയാധാരമായ അക്ഷയായാലും കോമൺ സർവീസിലും ചെന്ന് ആധാർ കൊടുക്കുമ്പോൾ കിട്ടുന്നത് ആയുഷ്മാൻ. അതിന് ആരോഗ്യത്തെ പിടിക്കണം. ഇത് അമേരിക്കയിൽ കൊണ്ടുവന്നു ഒബാമ ഹെൽത്ത് കെയർ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വാക്സിനേറ്റഡ് കാർഡിനകത്ത് മോഡി സാറിൻ്റെ തലയും ട്രേഡ് മാർക്കും ഇതെല്ലാം മാറാറായി. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ നമ്മുടെയിലേക്ക് ഒരു മുദ്ര വരാൻ കാലമായി. 2, എല്ലാം ഒരു കാർഡിനകത്ത്. കേട്ടോണം, ഇന്ന് രാത്രി സയൻസ് അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ദാണ്ട് എല്ലാം ഒരു കാർഡ്. ആധാർ, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് നമ്പർ എല്ലാം ഒറ്റ കാർഡിൽ. ഇതിൻ്റെ പേര് വാങ്ങുവാനും വിൽക്കുവാനും വേണ്ടി ഇത് മുദ്രയായി കൈകളിനകത്ത് വരും. ഇപ്പോൾ ബൈബിൾ റെഡിയായില്ലേ? 2 ഡോസ് വാക്സിൻ എടുത്തപ്പോൾ നമ്മൾ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ മേൽ ഒരു മുദ്ര വരാറായി. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, കൈമേലും നെറ്റിമേലും 2 സയൻസ്. 1 കൈ ചൂട്, നെറ്റി ചൂട്. ഇസ്രായേൽ ഏറ്റവും വലിയ ടെക്നോളജി ആരാ? യഹൂദനാ. അവൻ ഈ ചിപ്പ് വെക്കത്തില്ല. ബൈബിളുണ്ടോ? വായിക്കാം. പുറപ്പാട് 13:9. വചനം പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. സമയമായി പാസ്റ്റർ ഇത്രയും തന്നുകൊണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം വായിച്ചാട്ട് മക്കളെ. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്. 1 ബൈബിള് വായിച്ചാട്ടെ. ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും. ദാണ്ടെ കയ്യിൽ ഈ ന്യായപ്രമാണം ചുറ്റിയിരിക്കണം. 2 ബൈബിൾ നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. നെറ്റിയുടെ നടുവിൽ വചനം ഉണ്ടായിരിക്കണം. യഹൂദൻ ഏതാ? മോശയുടെ കൊച്ചുമക്കള് 3 തലമുറ. കേക്കടം, മര്യാപുരം, ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരിക്കർത്ത. ബൈബിളും ചരിത്രവും. അവന്മാരായി കറുത്ത പാൻറ്, കറുത്ത ഉടുപ്പ്, തലയിൽ ഒരു ചട്ടിത്തൊപ്പി ഇട്ടിട്ട് വിലാപം അതിലിടിക്കുന്നത്. അവന്മാർ കയ്യിൽ വചനം, തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കോ. അതിന് യഹൂദൻ പറയുന്നത് യൂത് ഹേ വൗ ഹേ. മിണ്ടുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. എത്ര ക്ലാസ് എടുത്താൽ തീരും. അപ്പോൾ യഹൂദന്റെ വസ്ത്രത്തിന്റെ അകത്ത് തൊങ്ങലിൽ വചനമുണ്ട്. ഇന്ന് രാത്രി 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ മര്യാപുരം കൺവെൻഷന് വന്നോ? ഇല്ല. പ്രയർ കാർഡ് തന്നോ? വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ? ഇല്ല. ആരോ പറഞ്ഞു യേശു വരുന്നു. സ്വോത്രം.
അവൾ എന്തോ ചെയ്തു? ജനത്തിന്റെ ഇടയിൽ കയറി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ വചനത്തിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടു. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഉടനെ എന്ത് ചെയ്തു? ബാധ അവളെ വിട്ടുപോയി. ഇന്ന് രാത്രി അതുകൊണ്ട് ഞങ്ങൾ മര്യാപുരത്ത് ചങ്കൂറ്റത്തോട് പറയുന്നത്, കത്തി തൊടാതെ സർജറി ചെയ്യുവാൻ കരുത്തുറ്റ ദൈവത്തെ ഇന്ന് രാത്രി നീ സ്തുതിക്കുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 12 വർഷം രക്തസ്രാവക്കാരി, ആശുപത്രികൾ തള്ളി, മെഡിക്കൽ സയൻസ് തള്ളി, വിശ്വാസത്താൽ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾ വിടുതൽ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, അവൻ തൻ്റെ വചനമയച്ച് അവരെ വിടുവിച്ചു. മോഡി സാറിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ബെഞ്ചമിൻ നെതന്യാഹു. കോവിഡ് വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ചിപ്പ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ വെക്കാൻ, ഷാബ് പ്രായം ചെന്നവരെ തലേ കൊടുക്കാൻ, ഹൈഷാൻ യഹൂദന്റെ ഹിബ്രു 77 മക്കളെ ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്, എവിടൊക്കെ കയറി പ്രസംഗിക്കാം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, ഇനി അവനെ ഇരുത്തണ്ട. ഇന്ന് എവിടെ ഇരിക്കുക? 30 MP-മാർ ആർക്കുണ്ടായിരുന്നു? ഇസ്രായേലിന്റെ പാർലമെന്റ് പേരാ കെന്നസറ്റ്. അതിനകത്ത് നെതന്യാഹുവിന് 30 MP-മാർ. അപ്പൊ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, അവൻ വചനത്തെ പിടിക്കുന്നവനല്ല, മാറ്റാൻ പറഞ്ഞു. ഇന്നൊരു ചെറുപ്പക്കാരൻ ഇസ്രായേലിൽ പ്രധാനമന്ത്രി, 49 വയസ്സ്, നഫ്താലി ബെനറ്റ്. എത്ര MP-മാരുണ്ട്? വെറും 8 MP-മാർ. സ്വർഗത്തിലെ ദൈവം ആരാ? നിഗളികളെ വെട്ടിക്കളയുന്നവനാ ദൈവം. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, അവൻ ന്യായാസനങ്ങളെ നോക്കുന്നു, രാജാക്കന്മാരെ മാറ്റുന്നു, ബലശാലികളെ തകർക്കുന്നു, അവൻ ബോധിച്ചവരെ അവിടെ കസേരയിൽ ഇരുത്തുന്നു. ദൈവം ആരാ? കഴുതയെ അന്വേഷിച്ചു പോയ ശൗൽ അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി. അവൻ എന്തോ ചെയ്തു? ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ വാളുകൊണ്ട് ഗിൽബോറ പർവ്വതനിരയിൽ അവനെ തകർത്തു. 2 നെബൂഖദ്നേസർ എന്താ ഭാര്യയുമായിട്ടൊന്ന് പോയി, താനുണ്ടാക്കിയ തൂക്കുവനെ ബോസടിച്ചില്ല, ഞാനുണ്ടാക്കിയ ബാബിലോൺ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ വെട്ടി. എവിടെ? വനാന്തരത്തിനകത്ത് 7 കൊല്ലം പുല്ലും കാലിത്തീറ്റയും തിന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, നെകളിക്കുന്ന സകലരെയും വെട്ടുവാ ദൈവത്തിന്റെ കയ്യിൽ ഒരു വാളുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയുന്ന വീരന്മാർ പട്ടുപോയത് എങ്ങനെ? സ്വോത്രം. ഇതാ ബെഞ്ചമിൻ നെതന്യാഹു പോയത് ഈ ചിപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെയെങ്കിൽ ഇനി ഈ ചിപ്പ് എവിടെ വരും? നമ്മൾ ഇന്ന് വാക്സിൻ എടുക്കാതെ കള്ളത്തട്ടിക്കറ്റ് ഉണ്ടാക്കുന്നു, മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിൻകര DDRC പോകാതെ നമ്മൾ RTPC മേടിക്കുന്നു. സ്വോത്രം. അത് പിശാചിനും അറിയാം. അങ്ങനെയെങ്കിൽ ഈ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് മാറണം, കയ്യിൽ ഒരു മുദ്ര വരണം. ഇന്നത്തെ അമേരിക്കയിലെ ബിൽഗേറ്റ്സിന്റെ തലവൻ മൈക്രോസോഫ്റ്റ് ജോൺസൺ ആൻഡ് ജോൺസണുമായിട്ട് ചേർന്നു. ഇന്ന് അവർ ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നു. അവർ പറയാം, കോവിഡ് വരട്ടെ, ഷിഗല്ല വരട്ടെ, ക്രോമിയം ബെർലിയം വൈറേഷ്യം വരട്ടെ, സ്കിൻ ഫീവർ വരട്ടെ, മ്യൂക്കർ വൈക്കോസിസ് വരട്ടെ, സൽമോണ വൈറസ് വരട്ടെ, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഇറങ്ങട്ടെ, വെള്ളത്തിനകത്ത് വൈറസ് വരട്ടെ. പക്ഷേ ഈ ഞങ്ങളുടെ വാക്സിൻ എടുത്താൽ നിങ്ങൾക്കൊരു ഇൻഫെക്ഷനും വരത്തില്ല. ജനമെടുക്കുമോ? സർപ്പം ഇങ്ങനല്ലേ ഹവയോട് പറഞ്ഞ്, നിങ്ങളിത് തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാകും. സ്വോത്രം. അതുപോലെ ഈ വാക്സിൻ കൊണ്ടുവരും, മനുഷ്യർ എടുക്കും. പക്ഷേ മറുപടി കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കണം. ഇന്നത്തെ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് മാറാൻ പോകുന്നു, ഇന്നത്തെ ബാർകോഡ് മാറാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഒരു മുദ്രയേൽക്കണം. ഇന്ന് രാത്രി ചില മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് എത്ര മുദ്ര കയറും? ദാ കിടക്കുന്നു, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA, ഓൺഗോയിങ്, ATM, പാൻഡമിക്. എന്നാൽ ഇന്ന് രാത്രി മൈക്രോസോഫ്റ്റിന്റെ ബിൽഗേറ്റ്സിന്റെ വാക്സിന്റെ മുദ്ര നമ്മുടെ കൈകളിൽ പതിക്കുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് ഒരു മുദ്രയുണ്ട്. വായിക്കാം. ധന്യനായ പൗലോസ് ലീഗ എഫേസ്യർ സഭയ്ക്ക് എഴുതി. വായിച്ചാട്ട് മക്കളെ, എഫേസ്യർ 4:30 വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വെളിപ്പാട് പുസ്തകത്തിൽ വാങ്ങുവാനും വിൽക്കുവാനും ഒരു മുദ്ര. പൗലോസ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അടുത്തത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി
മുദ്രയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി മര്യാപുരമേ, നമ്മുടെ ശരീരത്തിനകത്ത് 2 മുദ്ര വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. നാനോ ആണോ, സിലിക്കോണാണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ലോ. പെന്തക്കോസ്ത് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കാഹളം ധ്വനിക്കാറായി, മരിച്ചവർ ഉയർക്കാറായി. ഇന്ന് രാത്രി പറ മക്കള്, എന്താ ഇപ്പോൾ കോവിഡിന്റെ മറവിൽ നാം അംശമായി കാണുന്നു. ഇപ്പോൾ ബൈബിൾ അംശമായ പ്രവചനം. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. കരമൊന്ന് ഉയർത്തിയാട്ടെ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് വാക്സിൻ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇന്നൊരു പേപ്പർ വന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒരു മുദ്ര വരാൻ കാലമായി. ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? എൻ്റെ വാക്കുകൾ ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കും. എന്താ? പഴയ നിയമ ഇസ്രായേൽ ഒരു മുദ്ര ഉണ്ടായിരുന്നു. എവിടാ? പെസഹ, പാസ് ഓവർ. അന്നൊരു കുഞ്ഞാടിന് ഓരോ വീട്ടിലും അറുത്തു. എവിടൊക്കെ മുദ്ര ഉണ്ടായിരുന്നു? കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്ര കണ്ടിട്ട് സംസ്കാരം കയറിയ അമ്മാമേ? ഇല്ല. പറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറ വരെ ആദ്യജാതന മുഴുവൻ സംസ്കരിക്കുമ്പോൾ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്രയുള്ള ഒരിടത്തും അവൻ കയറിയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്വോത്രം. എന്താ? ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഏദനിൽ ഒരു ഊനമൃഗം ആദമ്യ കുടുംബത്തിന് വേണ്ടി അറുത്തു. ഇല്ല. അതിനപ്പുറത്ത് ഇസഹാക്കിന്റെ യാഗപീഠത്തിൽ ഒരാട്ടിൻകുട്ടി അറുത്തു. ഇസ്രയേൽ മക്കളുടെ വിടുതലിനായി 1000കണക്കിന് ആടുകളെ അറുത്തു. ശലോമോന്റെ ദേവാലയത്തിൽ 1,26,000 ആടുകളെ അറുത്തു. അങ്ങനെയെങ്കിൽ എന്നും ആടിനെ അറക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി മര്യാപുരത്തോട് ഞങ്ങൾ പറയുന്നു, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സാത്താന്റെ മുദ്ര നിങ്ങളുടെ കയ്യിൽ പതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. ഇന്ന് രാത്രി പറ, ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇന്ന് രാത്രി പറ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരും. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, കോവിഡിന്റെ മറവിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മര്യാപുരം വിട്ടാൽ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? മിനിറ്റ് കൊണ്ട് അവസാനിക്കാം. യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ. യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആ കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാളികമുറി പ്രഭാഷണമാണ്. ശിഷ്യന്മാരെല്ലാം ക്രൂശീകരണത്തിന്റെ ഓർത്ത് പേടിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പച്ചന്റെ വീട്ടിൽ അനേക വാസസ്ഥലമുണ്ട്. അടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, നിങ്ങൾക്ക് വീടൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ, പടിഞ്ഞാറെ പലസ്തീന്റെ ചെരുവിനകത്ത് അരിമത്യക്കാരന്റെ കല്ലറ എവിടെ കിടക്കുന്നു? യോസഫിന്റെ. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ഹി ഈസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റ് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ വീടൊരുക്കി നാഥൻ വരാറായി. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ
കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി യേശു വരാറായി ഇന്ന് രാത്രി ഒരുക്കിയിട്ടുണ്ടോ? സ്വോത്രം. ഈ സ്ഥലം നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ മറ്റൊരു ദാസന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കൺവെൻഷന് വേണ്ടി. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് മരക്കൊമ്പുകൾ വെട്ടി പോച്ചയെല്ലാം വൃത്തിയാക്കി ഇരിക്കത്തക്കവണ്ണം റെഡിയാക്കി. ആകാശഗംഗ ഗാലക്സി കേട്ടോണം, സയൻസ് 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതല്ല ഗ്രഹം. സ്വോത്രം. പള്ളിക്കൂടത്തിൽ പോയാൽ മാങ്ങ എറിഞ്ഞാൽ ഇതേ പറയത്തുള്ളൂ. സ്വോത്രം. 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. സനൽകുമാർ പാസ്റ്റർ ഇവിടുത്തെ മരം വെട്ടി വൃത്തിയാക്കിയതുപോലെ 9ാമത്തെ ഗ്രഹത്തെ സ്വർഗം വെട്ടി ISRO ദാ കിടക്കുന്നു. ഈ ഭൂമി വിട്ടാൽ 3 ഭൂമി, അതിനകത്ത് 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ അവസാനിപ്പിക്കാൻ പോവുക. 6000 കോടി വീട് മധ്യാകാശത്തിൽ. 6000 crores compartments situated in Milky Way galaxy. 5 തട്ട്. 1 ഞാൻ നിർത്താൻ പോവുകയാണ്. 1 മരിച്ചവരിൽ ആദ്യ ബലക്കറ്റിയ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷികൾ. 4 ഹാനോക്ക്, ഏലിയാവ്, ശവപ്പെട്ടി കയറാത്തവർ. 5 ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ 6000 കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി. മക്കളെ, ഇന്ന് രാത്രി വീടൊരുങ്ങി. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? പോരെ, യേശു വരാൻ കാലമായി. സ്വോത്രം. വിമാനത്തിൽ പോയ എത്ര പേരുണ്ട്? കൈ ഉയർത്താം. വിമാനത്തിൽ പോയോ? തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നാൽ ഉടനെ കയറ്റി വിട്ടിട്ടുണ്ടോ? ഇല്ല. 7 കാര്യം. 1 പാസ്പോർട്ട്, 2 വിസ, 3 ടിക്കറ്റ്, 4 ഇമിഗ്രേഷൻ, 5 ബോർഡിങ്, 6 ക്ലിയറൻസ്, 7 മെറ്റൽ ഡിറ്റക്ടർ നമ്മുടെ ശരീരത്തിൽ വെക്കും. എന്നിട്ടല്ലേ ഭാഷ അകത്തോട്ട് കയറ്റി വിടുന്നത്? സന്തോഷമില്ലല്ലോ. വിമാനത്തിൽ പോകാത്തവരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പോവുക. സ്വോത്രം. കയറ്റി വിടാം, വിഷമിക്കേണ്ട. സ്വോത്രം. അങ്ങനെയെങ്കിൽ അല്ലാതെ ആരെങ്കിലും പോകാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ 7 അടിസ്ഥാന ഉപദേശം വേണം. 1 രക്ഷിക്കപ്പെടണം. ഇത് പറഞ്ഞില്ലേ പിന്നെ 3 ദിവസം പ്രസംഗിച്ചുകൊണ്ട് എന്തുവാ കാര്യം? രക്ഷ എന്താ? കൈ ഉയർത്തുന്നതല്ല. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അതിൻ്റെ പേരാ രക്ഷ. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരം കൈ ഉയർത്തതല്ല. മദ്യപാനം, മയക്കുമരുന്ന്, പക, പിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്ക എല്ലാം വലിച്ചു കളയണം. അതിനുശേഷം മാനസാന്തരപ്പെട്ടവൻ അനുതപിക്കണം. വണ്ടി മാറിക്കയറണം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. എന്താ? പഴയ പാപത്തിൻ്റെ വണ്ടിക്കകത്ത് നിൽക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് കടക്കുവാൻ അനുതപിക്കണം. 4 അനുതപിച്ചവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേക്കണം. പെന്തിക്കോസ് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷി. ആ കുഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. 6 തിരുസഭയെ പോയിട്ട് മേശമേൽ ശുശ്രൂഷയിൽ ഒഴിഞ്ഞിരിക്കരുത്. അവൻ്റെ മരണം നമ്മുടെ ചങ്കിനകത്ത് കേമിക്കുന്നത് വരെ തിരുമേശയിൽ നാം പങ്കാളിയാകണം. 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം പറയും, എൻ്റെ കാന്തി, എൻ്റെ പ്രാവേ. കരമൊന്ന് ഉയർത്തിയാട്ട് ഇന്ന് രാത്രി വരെ ഈ സത്യവചനം കേട്ടിട്ട് 7 അടിസ്ഥാന ഉപദേശം പ്ലെയിനിൽ കയറോല് കയറാത്തവനെ ഒറ്റ ഒരെണ്ണത്തിനെ കൊണ്ടുപോകത്തില്ല. ഇന്ന് രാത്രി ആരൊക്കെ തീരുമാനിക്കുവോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി പറയണം, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കാണട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഈ സത്യ ഉപദേശത്തിൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. സ്വോത്രം. ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? തൃശ്ശൂരിൽ ഞങ്ങൾ ജയിൽ സന്ദർശനത്തിന് പോയി. ജയിലിനകത്ത് ഒരു ചെറുപ്പക്കാരൻ അവന് ബൈബിള് കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് വേണ്ട, ഞാൻ മരണയോഗ്യൻ. ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? ഒരു 34-35 വയസ്സേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞൊരു ചരിത്രമുണ്ട്. അവൻ്റെ ഭാര്യ മരിച്ചു, ഒരു പെൺകുഞ്ഞാ ഉള്ളത്. അതിന് 8 വയസ്സുള്ളപ്പോൾ വേറൊരു പെൺകുട്ടിയുമായി ഈ ചെറുപ്പക്കാരന് ഇഷ്ടം. അവൾ പറഞ്ഞു, ചേട്ടനെ ഞാൻ കല്യാണം കഴിക്കാം, പക്ഷെ ഈ കുഞ്ഞിന് 8 വയസ്സുള്ള മോളെ കൊന്നു തരണം. സ്വോത്രം. അവൻ പറഞ്ഞു, ഞാൻ എഗ്രി.
ഒരു ദിവസം വൈകിട്ട് കേൾക്കണേ, അമ്മച്ചിമാരെ സഹോദരിമാരെ കേൾക്കണം, 8 വയസ്സുള്ള ഈ കുഞ്ഞിനെ കൊന്നു തരണം. ഒരു ദിവസം വൈകിട്ട് ഈ കുഞ്ഞിന് നല്ല ഭക്ഷണം കൊണ്ടുവന്നു, നല്ല ഡ്രസ്സ് കൊണ്ടുവന്നു. ഈ അപ്പൻ പറഞ്ഞതാ, മോളെ നാളെ രാവിലെ നമുക്ക് പീച്ചി ഡാം കാണാൻ പോകണം. ഉടനെ ഈ കുഞ്ഞ് ചോദിച്ചു, എന്താ പപ്പ വിശേഷം? ഇല്ല, നിന്നെ ഒന്ന് കാണിക്കണമെന്ന്. ഈ ഒന്നും അറിയാതെ അമ്മ മരിച്ച കുഞ്ഞിനെ ബൈക്കിനകത്ത് കയറ്റിയിരുത്തിയിട്ട് ഇവിടെ കൊണ്ടുപോയി പീച്ചി ഡാം. അവിടെ ഒരു പാറയുടെ പുറത്ത് ഈ കുഞ്ഞിനിരുത്തി ചിപ്സൊക്കെ കൊടുത്ത് ലൈസ്. ചില നിമിഷം കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കാണിച്ചു. ഈ കുഞ്ഞിൻ്റെ കഴുത്തിനകത്ത് തൻ്റെ ബാഗിലിരുന്ന് ഒരു തോർത്ത് മേടിച്ച് ഇങ്ങനെ കഴുത്തിൽ മുറുക്കി. പപ്പ എന്തിനാ എൻ്റെ കഴുത്തെ തോർത്തിടുന്നത്? മോളെ ഞാനൊന്ന് ഇട്ട് നോക്കുക. മിനിറ്റ് കൊണ്ട് ഒരു നരാധമനെ പോലെ 8 വയസ്സുള്ള കുഞ്ഞിന്, തൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് കഴുത്ത് ഞെരിച്ച് ഒരു പെൺകുട്ടിക്ക് വേണ്ടി പാറയ്ക്കകത്ത് പിടഞ്ഞു വീണു. യോ, ആ ജയിലിനകത്ത് അവൻ കരയുകയാണ്. ആരോ കണ്ടു, പോലീസിന് വിവരം കൊടുത്തു, അറസ്റ്റ് ചെയ്തു. 14 വർഷം അവൻ്റെ തടവ. അവൻ പറഞ്ഞു, സാറേ എൻ്റെ ഭാര്യ പോയി, ഏക മകളും പോയി, ഞാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി കൊതിച്ചു, ഞാൻ ജയിലിലായി, അവളും പോയി, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ മരിക്കാൻ തയ്യാറാ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ കുഞ്ഞിനെ കൊന്നു, ആ കുഞ്ഞൊരു പാപവും ചെയ്തിട്ടില്ല, 8 വയസ്സുള്ള കുഞ്ഞ്, അവൾ നിത്യതയിൽ കാണും. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അവനോട് ചോദിച്ചു, നീ മരിക്കേണ്ടതിന് പകരം ഒരു മരണം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നടന്നു. ആ മുഖത്തേക്ക് ഇന്ന് പകൽ നീ നോക്കിയാൽ പാപത്തെ ഏറ്റുപറഞ്ഞു. ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അത് മതിയെങ്കിൽ നീ ഏറ്റുപറഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു നിത്യ പർദീസയുണ്ട്. അവനോട് ഞാൻ ഇതാ പറഞ്ഞു, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ബൈബിളും കൊടുത്തു. ഇന്ന് രാത്രി മരിയാപുരത്ത് ഇതിലും കടുത്ത പാപം ചെയ്തവർ കാണുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇന്ന് രാത്രി നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും ഇന്ന് രാത്രി ഞങ്ങൾ ഒരു മല ഉയർത്തുന്നു, കാൽവറി മല. അവിടുത്തെ രക്തം ഇന്ന് രാത്രി എന്നെ കഴുകണമേ, ഞാനൊരു പാപിയാണെന്ന് ഇന്ന് രാത്രി ആര് ഈ പട്ടണത്തിൽ ഏറ്റുപറയും? വീട്, റോഡ്, ഓൺലൈൻ, ഇന്ന് രാത്രി പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക രക്ഷിതാവ്. ഇന്ന് രാത്രി ആര് കരമുയർത്തും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി സമയമടുത്തു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നാളെ യോഗമില്ല. എവിടാ? രാമേശ്വരം പാമ്പൻ പാലം. കേട്ടവരെത്ര പേരുണ്ട്? പാമ്പൻ പാലം, രാമേശ്വരം. രാമേശ്വരത്തെ പാമ്പൻ പാലത്തിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ അസ്ഥി കഷ്ണങ്ങളുമായി ചേർത്ത് പിടിക്കുന്ന ഒരു ഫോട്ടോ. ചരിത്രം പറഞ്ഞുതരാം. രാമേശ്വരത്ത് പണ്ടത്തെ പാലം, ട്രെയിൻ വരുമ്പോൾ പാലം നേരെ, കപ്പൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ നെയ്യാറ്റിൻകര റെയിൽവേ ഗേറ്റ് പോലെ ഉയർത്തണം. ഈ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മോൻ 9 വയസ്സുകാരൻ, ഉച്ചയ്ക്ക് അവൻ ചോറുമായി അപ്പന് വന്നു. ആ സമയത്ത് കപ്പൽ പോയി, അപ്പന് ഞാൻ താക്കുക ക്രെയിൻ. ആ സമയത്ത് മോൻ മറുകരയിൽ ഓടിപ്പോയി, പപ്പ ഞാനൂടെ ഹെൽപ്പ് ചെയ്യാം, ചോറ് വെച്ചിട്ട് ഓടിപ്പോയി. ആ ട്രെയിൻ വരുന്ന സമയമാറായി. കുഞ്ഞിങ്ങനെ ഇത് കറക്കുമ്പോൾ അവൻ്റെ കൈവിരലുകൾ ആ ചക്രത്തിനകത്ത് പെട്ടു. ആ കുഞ്ഞ് നിലവിളിച്ച്, അയ്യോ അയ്യോ എൻ്റെ കൈ. അപ്പൻ 1 മിനിറ്റ് ചവിട്ടി നിർത്തി. ഓടി അപ്പുറത്ത് പോയാൽ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കാം. പക്ഷേ അപ്പൻ ആലോചിച്ചു, ഞാൻ എൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കുവാൻ പോയാൽ ആയിരക്കണക്കിന് പേരുമായി ഒരു ട്രെയിൻ വരികയാണ്. പൈലറ്റിന് അറിയത്തില്ല, പാലം റെഡി, രാമേശ്വരം കടലിനകത്ത് അവർ മുഴുവനായി വീഴും. അതുകൊണ്ട് ഈ അപ്പൻ കണ്ണടച്ചു, സ്വോത്രം. എന്നിട്ട് തൻ്റെ മകൻ ആ ചക്കിനകത്ത് കൈക്കകത്ത് കിടക്കുമ്പോൾ കരഞ്ഞോണ്ട് ഈ ക്രെയിൻ താഴ്ത്തി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പേരുമായി ട്രെയിൻ പാഞ്ഞുപോയി. അതിലുള്ള ആരും അറിഞ്ഞില്ല. അപ്പൻ ഓടി മറുകരയിൽ ചെന്നപ്പോൾ 9 വയസ്സുകാരൻ അസ്ഥികഷ്ണങ്ങളായി കിടക്കുന്നു. ഈ അപ്പൻ അതിനെ വാരി എടുത്തിട്ട് പറഞ്ഞു, മോനെ നിന്നെ ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചാൽ
ആയിരങ്ങൾ നദിക്കകത്ത് വീണ് മരിക്കും. അതുകൊണ്ട് നിന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കണം. അവിടെ നിന്ന് കരഞ്ഞ ഫോട്ടോയോ രാമേശ്വരം പാലത്തിനകത്ത് ഇന്ന് വച്ചിരിക്കുന്നത്. ബ്രിട്ടനിൽ അന്നത്തെ ഹൈക്കമ്മീഷണർ അഥവാ റോമിൻ്റെ ഹൈക്കമ്മീഷണർ അവർ ഓടി വന്ന് ഈ മനുഷ്യനെ ആദരിച്ചു. നിന്റെ മകന് വേണ്ടി, ആയിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ മകനെ നോക്കാതെ നീ ചെയ്തത് കൊണ്ട് പ്രതിഫലം. എന്നാൽ ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിൻ്റെ മധ്യപകുതിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. 39 അടികൾ റോമിൻ്റെ ഭരണകൂടം, പെരിട്ടോണിയസിൻ്റെ ചാട്ടവാർ യേശുവിൻ്റെ ശരീരത്തിനകത്ത് ഈയക്കട്ടികൾ അവൻ്റെ ശരീരം പിളർന്നു. വാളച്ചൂണ്ട വിണ്ടുകീറി 156 മുള്ളുള്ളൊരു കിരീടം റോം അവന് കൊടുത്തു. സങ്കീർത്തനം 22, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എൻ്റെ ചുറ്റും ഓലിയിട്ടു, എൻ്റെ അസ്ഥികളെല്ലാം തൂകിപ്പോകുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശു കാൽവറിയിൽ. അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, ഒരു പടയാളി, ദൂരെ നിൽക്കുന്ന സൈന്യാധിപൻ പടയാളിയുടെ കയ്യിൽ ഒരു കുന്തം എറിഞ്ഞു കൊടുത്തു. ആ പടയാളി യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി. 5.5 ലിറ്റർ രക്തം വെള്ളവും ഒഴുകി. ഇന്ന് രാത്രി ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ ശക്തിയാൽ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ ഇന്ന് രാത്രി പറയണം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ആ രക്തം എൻ്റെ മേൽ ഇന്ന് രാത്രി ഒഴുകണമേ. ആ രക്തം എൻ്റെ തലമുറകളുടെ മേൽ ഇന്ന് രാത്രി ഒഴുകണമേ. ആ രക്തം മര്യാപുരം പട്ടണത്തിനകത്ത് ഒഴുകണമേ. ഗ്രൗണ്ട് വിട്ടു പോകരുത്. അനുതാപത്തോടെ ജനറൽ കൺവെൻഷനുകളിൽ ഞങ്ങൾ സ്വാഭാവികമായി പ്രസംഗിച്ച് അവസാനിപ്പിക്കുമ്പോൾ ചേർന്ന് പാടുന്ന പാട്ട് അനുദിനം ശുദ്ധിയായി നടന്നിടുന്നത് വെണ്മയായി കാണുമോ? എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. കാൽവറിയിലെ ക്രൂശീകരണത്തിന്റെ ശക്തി. യെസ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏറ്റവും വെണ്മയായി കാണുമോ സ്വർഗ്ഗത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ നാളിൽ? ഒരിക്കൽ കൂടി കർത്തൻ വരവൽ ഏറ്റവും വെണ്മയായി കാണുമോ സ്വർഗ്ഗത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ നാളിൽ? കുളിച്ചോ കുഞ്ഞാടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോലെ കളങ്കമോവിൻ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ അനുദിനം രക്ഷകൻ പക്ഷത്തോറി ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തനിൽ നീങ്ങുന്നു വിശ്രമം നാഴിക തോറുമേ അനുദിനം
പക്ഷത്തോന്നി ശുദ്ധിയായി നടന്നിടുന്നത് കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ രക്തമൊഴുകുകയാണ് അങ്കി കുളിച്ചോ എന്റെ പാപത്തെ മാറ്റുവാൻ അങ്കി നീ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം ജീവനീരൊഴുകുന്നു അശുദ്ധരായി കുളിച്ചു ശുദ്ധിയായിടുക പാപക്കര കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം ജീവനീരൊഴുകുന്നു അശുദ്ധരായി ശുദ്ധിയായിടുക കുളിച്ചോ കുഞ്ഞാടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമമോലി കളങ്കമോലി അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൽ എല്ലാ വായുകളും ശുദ്ധിക്കായി യേശു ശുദ്ധിക്കായി യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം ശുദ്ധിയായോ നീ എല്ലാ കരങ്ങളും കുളിച്ചോ കുളിച്ചോ